എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം ഒരു വേസ്റ്റായിപ്പോയി. ഈ മണ്ഡലത്തിലെ നല്ലൊരു ശതമാനം വരുന്ന വോട്ടർമാരുടെ വിലയേറിയ വോട്ടുകൾ വാങ്ങി ജനപ്രതിനിധിയായി ലോകസഭയിലേക്ക് എത്തിയിട്ടുള്ള UDFൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ പല തവണകളിലായി താൻ മത്സരിക്കില്ലെന്നും താൻ ഇനി പാർലമെൻറ്റിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും എല്ലാമുള്ള പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നതിന് ശേഷം വീണ്ടും സ്ഥാനാർത്ഥിയായി വരികയും വന്നതിന് ശേഷം അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് മുൻപ് 5 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഈ നിമിഷം വരെ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഞങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ആ ദിവസം എന്നോട് സംസാരിക്കാൻ ഞങ്ങളുടെ നേതാക്കൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചോദ്യമേ ഉള്ളൂ. ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുൻ MPയും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ K. സുധാകരൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാമോ? 5 വർഷം മുൻപ് 2019 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു. വളരെ ട്രാൻസ്പെറൻ്റായി ആർക്കും കാണാവുന്ന വിധത്തിൽ അതിൻ്റെ കോപ്പികൾ എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിച്ചു. ആർക്കും അതിനെ സംബന്ധിച്ച് ഒരു തരത്തിലും സംശയം ഉണ്ടായിരുന്നില്ല, ആരും ചോദ്യം ചെയ്തിരുന്നുമില്ല. ഞാൻ എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഞാനത് അത്രയേറെ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും പോയി ജനങ്ങളെ കണ്ട് മനസ്സിലാക്കി ഇടപെട്ട് പ്രവർത്തിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും UDF ഭരിക്കുന്ന ആദ്യത്തെ 2 വർഷം ഉൾപ്പെടെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഞാൻ 2 വർഷം ഇവിടെ MP ആയിരുന്നു. പിന്നീട് 2016 പിണറായി വന്നതിന് ശേഷം സ്റ്റേറ്റ് സർക്കാരിൽ നിന്ന് ഉൾപ്പെടെ ഒരു MP എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയ ഇടപെടലിലൂടെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഞാൻ ജനസമക്ഷം അവതരിപ്പിച്ചത്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു 10 ദിവസം മുൻപ് ഞാൻ ചോദിച്ചത്, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി 5 വർഷം മുൻപത്തെ ഉള്ള MP അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ത് ചെയ്തു, ഏത് പദ്ധതിയാണ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്, ജനങ്ങൾക്ക് വേണ്ടി എന്ത് സഹായമാണ് ചെയ്തത് എന്ന ചോദ്യം ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിനെ ചോദിച്ചപ്പോൾ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും പ്രസ്താവനകൾ ഇറക്കുന്നതിനും മടിക്കാത്ത KPCCയുടെ പ്രസിഡൻ്റായിരുന്ന, ഇപ്പോൾ മത്സരിക്കുമ്പല്ല KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ സുധാകരൻ എന്താണ് അതിന് മറുപടി പറയാത്തത്? മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഞാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അന്ന് UDFൻ്റെ സമയത്തും ശ്രീ ഇബ്രാഹിം കുഞ്ഞ് മിനിസ്റ്ററായിരുന്ന സന്ദർഭത്തിലും പിന്നീട് 3 കൊല്ലം LDFൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സുരേന്ദ്രൻ ഇരുന്ന സന്ദർഭത്തിലും ഞാൻ ഈ കണ്ണൂർ ജില്ലയുടെ 7 നിയോജക മണ്ഡലങ്ങളിലായി കൊണ്ടുവന്നിട്ടുള്ള സെൻട്രൽ റോഡ് ഫണ്ടിൻ്റെ കണക്ക് മാത്രം, മറ്റേ PMGSY അല്ല, അതും പ്രൈം മിനിസ്റ്ററുടെ പേരിലുള്ള റോഡാണ്. സെൻട്രൽ റോഡ് ഫണ്ട് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു റോഡ് സംസ്ഥാന ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്തിട്ട് ആ കോപ്പി എടുത്ത് നമ്മൾ പോയാൽ നമ്മളവിടെ മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും കണ്ട് വാങ്ങിയെടുക്കുന്ന റോഡാണ് സെൻട്രൽ റോഡ് ഫണ്ട്. 1 കോടി രൂപ 1 കിലോമീറ്റർ, അതാണ് അതിൻ്റെ കണക്ക്. 1 കിലോമീറ്ററിന് 1 കോടി രൂപ. സെൻട്രൽ റോഡ് ഫണ്ട് മാത്രം 12 റോഡുകളാണ് 5 കൊല്ലത്തിനിടയിൽ ഒരു MP എന്നുള്ള നിലയിൽ ഞാനിവിടെ കൊണ്ടുവന്നത്. അന്ന് രാജ്യസഭയിലുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാകേഷും ഇടപെട്ട് വേറെയും ചില റോഡുകൾ കൊണ്ടുവന്നിരുന്നു. എല്ലാം കൂടി 400ഓളം കോടി രൂപയുടെ റോഡുകളാണ്.